പോവല്ലേ? എടാ ഇപ്പം തന്നെ പോകണോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. കടുവയും പുലിയൊക്കെ ഉള്ളതല്ലേ. എന്തായാലും പോയി നോക്കുക, വെള്ളിയാഴ്ച അല്ലേ. കോട്ടെ എന്നാ പോവാ. പിന്നെ നമ്മളാ പാർശ്ശേരിയിൽ മനുഷ്യ ഗഫൂറല്ലേ, കല്ലാമൂലത്തെ എന്താ പോകേണ്ട അവസ്ഥ അല്ലേ? എന്താ ചെയ്യുക? നാളെ ഇപ്പം നമ്മൾ ഇപ്പം എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ലല്ലോ, ഒക്കെ ഈ മലമ്പ്രദേശമല്ലേ. അതാണ് നമ്മളെപ്പോലെ രാവിലെ ഇതേമാതിരി ടാപ്പിങ്ങിന് പോയ മനുഷ്യന്മാരല്ലേ ഇപ്പോൾ. ആലോചിച്ചോക്കാം, 3 കുട്ടികൾ, എന്താ പാറ്റാൾ പെരീതൊരവസ്ഥ. അതിന് ഒരു ടാപ്പിങ് കഴിഞ്ഞ് ഫ്രൂട്ട്സിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവപ്പെട്ട കുടുംബം. ദൂരത്തേക്കൊന്നും പോകണ്ട. വെട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ തായലയിലും മേലയിലും നിന്നാണ്ട് വെട്ടിയാൽ മതി കേട്ടോ. വിളിച്ചാൽ കേൾക്കുന്ന രീതിയിലില്ല അല്ലേ? വിളിച്ചാൽ കേൾക്കണം, അങ്ങോട്ട് തമ്മിൽ വിളിച്ചാൽ കേൾക്കുന്ന രീതിയിൽ നിന്നാണ്ട് ഇതാക്കി മതി. പിന്നെ നമുക്ക് മുതലാളിമാരോടല്ലേ, അവരോട് മൊത്തത്തിൽ നമ്മളെ പ്രദേശത്തിൽ ഏകദേശം കാടൊക്കെ വെട്ടാൻ പറയാം. ഇടക്കാടുകളും മറ്റും എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ജന്തുക്കൾ നിൽക്കണത് കാണൂല. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. എന്നാ ശരി കേട്ടോ. ഈ നേരം വൈകി വെട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ ഓണർമാർക്കും ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നേരം വൈകി വെട്ടിയാൽ പാല് ഈ വരവ് കമ്മിയായിരിക്കും, ഞങ്ങൾക്കും തന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാനും ഇതിനൊന്നും പറ്റില്ല. നേരം വീട്ടിൽ എത്തുമ്പോൾ ഒരുപാട് വൈകും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. വരുമാനം കമ്മിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർമാർ പെട്ടെന്ന് ടാപ്പിങ് നിർത്തും. അതൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒപ്പല പണിക്കാരുണ്ട് വേറെ, ഈ റാട്ടയിലും ഇതിനനുബന്ധമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ തന്നെയാണ് അവസ്ഥ. തോട്ടത്തിൽ കയറാൻ പറ്റാത്ത, പോകാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥയാണ് ഈ കടുവ കാരണം. ഈ വയലാണിപ്പോൾ ഒരാഴ്ച മുന്നേ കടുവൻ്റെ ചവിട്ട് കണ്ടത്. ഇതിന് നേരെ താഴെ ഈ വയൽ കാളിയാവ് മരിച്ച ഗഫൂർ പറഞ്ഞ ആൾ അപ്പുറം ഞങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരു ചോലയുടെ ഇതുള്ളുണ്ടായിരുന്നു, ഒരു ചോല അതിന് സെൻറ്ററിൽ, അതിൻ്റെ അപ്പുറം കുന്നത്ത് ഗഫൂർ, ഇപ്പുറം കുന്നത്ത് ഞാൻ. അപ്പോൾ അവിടെ നിർത്തിയാണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഈ ടാപ്പിങ്ങിന് കയറിയിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെ ഇപ്പോൾ ലീസിനെടുത്തതായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് പോകാനുള്ള കോലല്ല. ഈ പുലി, കടുവ, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതിന് ഇതിൻ്റെ അധികൃതർ പിന്നെ ഇതിനെന്തൊരു പ്രതിവിധി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഈ സാധാരണ ഡെയിലി കൂലിപ്പണി എടുത്ത് പോണ ആൾക്ക്. അതുകൊണ്ട് അതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളെപ്പോലത്തവർക്ക് പറയാനുള്ളത്. ഒരുപാട് ടാപ്പിങ്ങുകാരുണ്ട് ഇവിടെ, അവരൊക്കെ തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ പോണ ആൾക്കാരൊക്കെ ടാപ്പിങ്ങുകാരാണ്, ഒക്കെ നേരത്തെ പോയി ടാപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടണം.